ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഫൈനാൻസിൽ ഉള്ള മാത്ത്, അതായത് ഫൈനാൻസിലുള്ള അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്സ്ട്രാക്ഷനും. ഇതാണ് മാത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഇത് എല്ലാ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിലും, നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിൽ ഇത് ഓരോ കാര്യം ആപ്ലിക്കബിൾ ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. ശരിയും ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്കില്ലല്ല, പക്ഷെ അതൊരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പാണ്. നമ്മൾ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമായിരിക്കും ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്റ്റോറിയുടെ ബേസ് ഇങ്ങനെയാണ്. ഒരു പയ്യൻ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, അവനൊരു ക്രൈസിസ് വരുന്നു. അന്നേരം അവൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു അങ്കിൾ, അതായത് അവൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിനെ പോയി കാണുന്നു. അദ്ദേഹത്തെ കാണുന്നത് പൈസയുടെ ആവശ്യത്തിനാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം ഇവനോട് ഈ മാത്ത്, അതായത് ഫൈനാൻസിലുള്ള ഈ മാത്തിൻ്റെ 4 പ്രിൻസിപ്പിൾ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അവൻ ആ ഒരു കാര്യം ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ആപ്ലിക്കബിൾ ആക്കുന്നു. ഒരു 3 മാസം കൊണ്ട് തന്നെ അവൻ്റെ ഫൈനാൻഷ്യലി ഒരുമാതിരി അവൻ സ്റ്റേബിൾ ആവുന്നു, അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. അതാണ് ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ ഞാൻ സ്റ്റോറിയിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഇടയ്ക്ക് ആ അങ്കിൾ കൊടുത്ത അഡ്വൈസിൻ്റെ അകത്ത് ഞാൻ ഈ 4 ഫാക്ടേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഈ ഫാക്ടേഴ്സ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾ സ്ലോലി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓവർ ദ ടൈം നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ബെറ്റർ ആയി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റോറി ഇങ്ങനെയാണ്. ഡേവിഡ് ഒരു കമ്പനിയിൽ നല്ല രീതിയിലൊരു സിസ്റ്റം അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളമുണ്ട്. അവൻ ലൈഫൊക്കെ വളരെ സെറ്റിൽഡാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഭയങ്കര വീക്കാണ്. അവന് കിട്ടുന്ന ശമ്പളം മൊത്തം അവൻ ചിലവഴിച്ച് ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് വേണ്ടി ജീവിക്കുമെന്ന് പറയാം. അവൻ പുറത്തുനിന്ന് ഫുഡുകളെല്ലാം കണ്ടമാനം ഓർഡർ ചെയ്യുന്നു, കുറേ വേസ്റ്റ് ആക്കുന്നു. പുതിയ എന്ത് ഗാഡ്ജറ്റ് വന്നാലും അവനത് മേടിക്കുന്നു. ഡെയിലി പുതിയ ഡ്രസ്സുകൾ മേടിക്കുന്നു. 2-3 ദിവസം ഇട്ട ഡ്രസ്സുകൾ വരെ കളഞ്ഞിട്ട് പുതിയത് മേടിക്കുന്നു. അങ്ങനെ ശമ്പളം കിട്ടുന്നതെല്ലാം ചിലവാക്കാനും ലൈഫ് എൻജോയ് ചെയ്യാനും എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ ലൈഫ് പോയി കിട്ടുന്നത്. ഏകദേശം 29 വയസ്സായി. വീടിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട പ്രായമായി. അതൊന്നും ചെയ്യാതെ അവൻ്റെ ലൈഫിനെ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആ ഒരു ലൈഫ്, മറ്റു ലൈഫുള്ളൂ അതല്ലെങ്കിൽ എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ അവസ്ഥയാണെങ്കിലും എല്ലാ മാസവും ആ മിനിമം ഡ്യൂ മാത്രം പേ ചെയ്ത് ബാക്കി മുന്നോട്ട് തള്ളി നോക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഇതിനൊന്നും കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റോ എത്രയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ എന്നോ അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്നോ ഒന്നും അവനൊരു കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. എന്നാലും ലൈഫിങ്ങനെ മാക്സിമം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കിട്ടുന്ന ശമ്പളം കിട്ടും, കിട്ടുന്നതെല്ലാം ചിലവാക്കും. കുറച്ച് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ നിന്ന് കുറച്ച് എമൗണ്ടൊക്കെ ആയിട്ട് കടം മേടിക്കും, അത് അവർക്ക് കൊടുക്കും. ക്രെഡിറ്റ് കാർഡ് തോന്നുന്നുള്ള പേ ചെയ്യും. ബാങ്കിൽ ബാലൻസ് എത്രയുണ്ടെന്ന് അവൻ അറിയത്തില്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു സേവിങ് ഹാബിറ്റ് ഇല്ല. അങ്ങനെ ഒരു ലൈഫ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം അവൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് കോൾ ചെയ്യാണ്. അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് എന്തായാലും ഒരു ഓപ്പറേഷൻ വേണ്ട വരും, ഹാർട്ടിനൊരു ചെറിയ ഓപ്പറേഷൻ വേണ്ട വരുമെന്നാണ് പറയുന്നത്. ഉടനെയൊന്നും വേണ്ട, പക്ഷേ ഒരു 2-3 മാസത്തിനുള്ളിൽ എന്തായാലും ചെയ്തേ പറ്റൂ. അതിന് ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം കോസ്റ്റ് വരും. പകുതി ആ സഹോദരൻ എടുക്കാമെന്ന് പറയുന്നു, ബാക്കി പകുതി ഇവനോടൊരു 3 മാസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാമോ എന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ 4 ലക്ഷം രൂപ അമ്മയുടെ കാര്യമാണ്, ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അവൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അവൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു മാസത്തിൻ്റെ അവസാനമാണ് നിൽക്കുന്നത്. ഒരു 25-ാം തീയതിയായി. അവൻ്റെ കയ്യിലാണ് യാതൊരു പൈസയും കയ്യിലില്ല. ഒന്ന് വീട്ടിലേക്ക് പോകാൻ പോലുള്ള കാശ് അവൻ്റെ കയ്യിലില്ല. അമ്മനെ പോയി ഒന്ന് കാണണമെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒരു വഴിയില്ല. അവൻ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കാര്യമായ മാസം 10-75,000 രൂപയോളം ശമ്പളമുണ്ട്. പക്ഷേ 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തുകയായിട്ട് തന്നെ അവന് അത് ഫീൽ ചെയ്തു. അവനറിയാം ബാങ്കിൽ ലോൺ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊട്ടും നല്ല രീതിയിൽ സിബിൽ സ്കോർ ഇല്ലാന്ന് അവനറിയാം. ഫ്രണ്ട്സിനോട് ആരെങ്കിലും കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഈ സ്പെൻഡിങ് ഹാബിറ്റ് അറിയാവുന്ന ആരും തന്നെ അവന് കാശ് കൊടുക്കില്ല എന്ന് അവനറിയാം. അപ്പോൾ ഇത്രയും എമൗണ്ട് കൊടുക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവനാകെ ഡൗൺ ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സിറ്റിയിൽ തന്നെ അവൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഇവനെ എപ്പോഴും ഗൈഡ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട്സിൽ ആരെങ്കിലും നിന്നും കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ബാക്കി ഈ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് 3 ദിവസം സമയമുണ്ടല്ലോ, അതിന് ആ എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മതി, അറേഞ്ച് ചെയ്തിട്ട് ബാക്കി സെറ്റിൽ ചെയ്യാന്നോർത്ത് ഇവന് അങ്കിളെ കാണാൻ ചെല്ലുവാണ്. അങ്കിള് അത്ര വലിയ റിച്ച് ഒന്നും അല്ല, പക്ഷേ ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിന് മക്കളെല്ലാം പഠിച്ച ഒരുപാട് ജോലിയായി. അങ്കിള് ഒരു ഷോപ്പൊക്കെ നടത്തി നല്ല രീതിയിൽ സെറ്റിലായി പോകുന്ന ഒരാളാണ്.
അപ്പോൾ അങ്കിളുടെ അടുത്ത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്കിളോട് കാര്യം പറഞ്ഞു, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, ക്രെഡിറ്റ് കാർഡിന് ഒരുപാട് ഡ്യൂസ് ഉണ്ട്, അത് എത്രയെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇത്രയും വലിയ എമൗണ്ട് ഒന്നും സഹായിക്കാൻ പോകുന്നില്ല, പക്ഷേ അമ്മയുടെ ഓപ്പറേഷന് എനിക്ക് ഇങ്ങനെയും കാശ് വേണം, അങ്കിൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് എനിക്കൊരു ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ കാശ് തിരിച്ചു കൊടുക്കും എന്ന്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ കാശ് തന്നു കഴിഞ്ഞാൽ നീ തിരിച്ചു തരുന്നത് എന്തോ ഉറപ്പെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും കാശ് തിരിച്ചു തരാതിരിക്കൊന്നുമില്ല, ഞാനെങ്ങും പോകുന്നൊന്നുമില്ല, എനിക്ക് നല്ല ജോലിയുണ്ട്, ജോലി സ്റ്റേബിളാണ്, ഞാൻ എന്തായാലും കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്കിൾ പറഞ്ഞു, നീ ഇത്രയും കാശ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത്രയും ജോലി സ്റ്റേബിളാണ്, നിനക്ക് ഇത്രയും ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണ് എന്തുകൊണ്ട് നിൻ്റെ ഈ കാശ് ഇത്ര നാളായിട്ട് ഇല്ല എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനെ ചിന്തിക്കുന്നത്, ഓ ഞാൻ എല്ലാം വെറുതെ ചിലവാക്കി കളയുമായിരുന്നു, എനിക്കിതിനെക്കുറിച്ചൊന്നും മാനേജ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ടാണ് എന്ന് അവൻ അങ്ങനെ അങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങൾ പറഞ്ഞു, പൈസ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ, അത് കൂടുതൽ വർദ്ധിക്കണമെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം, അത് മാനേജ് ചെയ്യാത്തോടത്തോളം കാലം നിൻ്റെ ഒരിക്കലും പൈസ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ, അപ്പോൾ പറഞ്ഞു, ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക പൈസ മാനേജ് ചെയ്യാൻ, എന്നോട് സ്കൂളിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പിന്നെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചു. അപ്പോഴാണ് അങ്കിള് പറഞ്ഞത്, എന്നാൽ ഞാൻ ഒരു 40 കൊല്ലം മുമ്പ് നിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു, അന്നേരം എന്നോട് വേറൊരാളാണ് ഇത് കൃത്യമായിട്ട് എന്നെ പഠിപ്പിച്ചു തന്നത്, ഞാൻ അത് നിനക്ക് പഠിപ്പിച്ചു തരാം, നീ പക്ഷേ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സെറ്റിലായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളോട് പറഞ്ഞു, എന്നാൽ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറയുവാണ്, അങ്കിളൊരു പേപ്പർ എടുത്തിട്ട് ഒരു 4 കോളം വരച്ചു. ഒരു കോളത്തിൽ അഡീഷൻ, അടുത്തിൽ മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 മാത്സിൻ്റെ ഈ ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് നമ്മുടെ പൈസയുടെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിൽ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ പ്ലസ്, അതായത് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കൂട്ടുക എന്നുള്ളതല്ല, നമ്മുടെ എന്തൊക്കെ വരുമാന സോഴ്സുകളുണ്ട്, നമുക്ക് ശമ്പളമുണ്ട്, ചിലപ്പോൾ ഈ നാട്ടിൽ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ നിന്ന് റിട്ടേൺ വരുന്നുണ്ട്, അത് അങ്ങനെ നമ്മുടെ എന്തൊക്കെ വരുമാനങ്ങൾ നമുക്കുണ്ട് അത് കൂട്ടിക്കൊണ്ട് വരുവാണ്. അതായത് ഇപ്പോൾ നമുക്ക് ശമ്പളം മാത്രമാണ് നമ്മുടെ വരുമാനമെങ്കിൽ വേറൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ നോളജ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ സെറ്റ് ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം. കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമുക്ക് റവന്യൂ ആയിട്ട് തന്നെ തിരിച്ചു തരും. അങ്ങനെ അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകംസിനെ ആഡ് ചെയ്ത് കൊണ്ടുവരലാണ് ആദ്യത്തെ അഡീഷൻ. അപ്പോൾ അതിന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഇൻകം തന്നെ ആഡ് ചെയ്യാനോ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ ദ ടൈം നല്ല രീതിയിലൊരു ഇൻകം വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ട്രാക്ഷൻ, അതായത് മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്ന കാശുകളാണ്. അതായത് നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് എല്ലാം എഴുതുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടേക്കാണ് നമ്മുടെ പൈസ ചോർന്നു പോകണമെന്ന്. കാരണം നമ്മളൊരു ഉപയോഗിക്കാത്ത ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടി ചെയ്ത സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ മൂവീസിന് വേണ്ടി നമ്മൾ ആമസോൺ ചെയ്ത സബ്സ്ക്രിപ്ഷൻ, ഒരു ചില ആൾക്കാർ വർഷാരംഭത്തിൽ കൊണ്ടുപോയി ജിമ്മിലെ കൊണ്ടുപോയി ഒരു വർഷത്തെ മൊത്തം സബ്സ്ക്രിപ്ഷൻ എടുക്കും, അത് ഒരിക്കലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അത് ചിലപ്പോൾ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പോവുകയും ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പല രീതിയിലും ചെയ്തേക്കുന്നത്. അതും ഓട്ടോ ഡെബിറ്റുള്ള ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ചിലപ്പോൾ നമ്മളിവിടെ തലവെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ഓരോ അൺനെസറി സബ്സ്ക്രിപ്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഔട്ടിങ്ങിന് പറഞ്ഞ് ചുമ്മാ കണ്ട ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നതൊക്കെ, അതായത് സ്നാക്സ് ആയിട്ട് കഴിച്ച് കളയുന്ന പൈസ കാര്യം പറഞ്ഞാൽ മുടക്കുന്ന ചിലപ്പോൾ 100, 200, 300 രൂപയായിരിക്കും. പക്ഷെ അത് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു മാസം മൊത്തം എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ അതൊരു 15,000, 20,000 രൂപയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അൺനെസസറി ആയിട്ട് ചിലവാക്കുന്ന എമൗണ്ട്സ്, അങ്ങനെയുള്ള എല്ലാം എവിടേക്കാണ് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ കഴിയുന്നത് അതെല്ലാം സ്ലോലി കുറച്ച് കൊണ്ടുവരിക. സഡൻ ആയിട്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ സ്ലോലി ഓരോന്നായിട്ട് കട്ട് ഷോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ എക്സ്പെൻസിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അഡീഷൻ, പല സ്ട്രീം ഓഫ് ഇൻകം അല്ലെങ്കിൽ പുതിയ സ്ട്രീമുകൾ ഉണ്ടാക്കാൻ നോക്കുക. സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ കട്ട് ഷോട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇനി അടുത്തതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഇൻകം ഉണ്ട്, ആ ഇൻകത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മളതൊരു ബാങ്കിലൊരു ചുമ്മാ FD ഇട്ടാൽ പോലും അത് ഓവർ ദ ടൈം നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അൾട്ടിമേറ്റ്ലി നമ്മളൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ വരണം. അത് നമ്മൾ മൾട്ടിപ്ലൈ എത്ര കിട്ടുന്നോ അതിനെ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സേവിങ്സിലേക്ക് വെച്ച് അതിനെ കൂടുതലും അതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കണം. അതായത് നമ്മുടെ എത്ര ഇൻകം ഉണ്ടോ, ഇപ്പോൾ അത് 1 രൂപയാണെങ്കിലും ആ 1 രൂപയെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് ശ്രമിക്കണം. അപ്പോൾ അഡീഷൻ,
സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇനിയുള്ളതാണ് ഡിവിഷൻ. ഡിവിഷൻ നമ്മൾ ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് വരുമ്പോൾ അതിന് നമ്മൾ പല ബക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മുടെ സ്പെൻഡിങ്ങിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. ആ സ്പെൻഡിങ്ങിന് ഫോക്കസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ ഫോക്കസ് ചെയ്യണം. അതായത് നമ്മുടെ സേവിങ്സിന് വേണ്ടിയുള്ള പോർഷൻ, നമ്മുടെ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോർഷൻ, ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പോർഷൻ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള പോർഷൻ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള മറ്റൊരു പോർഷൻ, നമ്മളാണെങ്കിൽ എമർജൻസി ഫണ്ടായിട്ടുള്ള ഒരു പോർഷൻ, നമ്മളൊരു ഫ്യൂച്ചറിലേക്കുള്ള റിട്ടയർമെൻറ്റിന് വേണ്ടിയുള്ള പോർഷൻ. അത് ആദ്യമേ കൃത്യമായിട്ടുള്ള ഓരോ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻകം വരുന്ന അന്ന് തന്നെ ആ ഒരു എല്ലാ അക്കൗണ്ടിലേക്കും എല്ലാ കാറ്റഗറിയിലേക്കുള്ള എമൗണ്ട് മാറ്റിയിടണം. ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മളവിടെ എക്സ്പെൻസിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആ എക്സ്പെൻസിന് വേണ്ടി നമ്മൾ ആ ഏത് പോർഷനാണോ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു പോർഷനിൽ തന്നെ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളെ നിർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ, അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഇൻകം ഉണ്ടാക്കുക, മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്ന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനാൻസിനെ എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരിക, ഓവർ ദ ടൈം നല്ലൊരു റിട്ടേൺസ് കിട്ടും. ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറിക്കും വേണ്ടിയുള്ള ഡിവിഷൻസ് ചെയ്യുക. അതിലൊരു കാറ്റഗറി എന്തായാലും നമുക്ക് വേണ്ടത് ചാരിറ്റിയാണ്. അതൊരു നമ്മൾ ചാരിറ്റി നമ്മൾ കൊടുക്കുന്തോറും നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അത് ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ദൈവം തന്നിട്ടേയിരിക്കും. കൊടുക്കുന്നവർ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ എല്ലാ കാറ്റഗറിയിലേക്കും നമ്മൾ നമ്മുടെ എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇനി എൻ്റെ സ്റ്റോറിയിലേക്ക് തന്നെ വരാം. അപ്പോൾ അവന് ഈ പ്രിൻസിപ്പിളെല്ലാം പറഞ്ഞു കൊടുത്തത് അവന് മനസ്സിലായി. അവനപ്പോൾ അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ ഇൻകം എല്ലാം ചെക്ക് ചെയ്യാൻ നോക്കി, എന്തൊക്കെ ഇൻകം ആണെന്ന്. അവന് സാലറി കിട്ടുന്നുണ്ട്, സാലറിയുടെ കൂടെ അവൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി പാട്ടത്തിന് കൊടുത്തേക്കണം, അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് എല്ലാ മാസം വരുന്നുണ്ട് അവന്. പിന്നെ ഒരു കടമുറി അവൻ്റെ ഫാമിലി സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്, അതിൻ്റെ റെൻറ്റ് അവന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ 3 സ്ട്രീം ഓഫ് ഇൻകം ഉള്ളവനാണ്. 75,000 സാലറി ഉണ്ട്, ബാക്കിയെല്ലാം കൂടി 1 ലക്ഷം രൂപയോളം വരുമാനമുള്ളവനാണ് ഈ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അവൻ ആ എമൗണ്ട് എല്ലാം എഴുതി. അന്നേരം അത് കഴിഞ്ഞിട്ട് അവൻ്റെ ആ ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ, അവൻ എന്തിനൊക്കെയാണ് പൈസ മുടക്കുന്നത്, എന്തൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ ഏകദേശം വരുമാനത്തിൻ്റെ ഒരു 50% എമൗണ്ട് പോകുന്ന അൺനെസസറി കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഉപയോഗിക്കാത്ത കുറേ സബ്സ്ക്രിപ്ഷൻസിനും ഫുഡ് ഡെലിവറിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ അതെല്ലാം ഓരോ സ്ട്രൈക്ക് ചെയ്ത് കളയാൻ തുടങ്ങി. ഇനി ഈ മാസം അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അവൻ ഫോക്കസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുറച്ച് എമൗണ്ട് സേവിംഗ് ആയിട്ട് എല്ലാ മാസവും മാറ്റാമെന്ന് അവൻ തീരുമാനിക്കുന്നു. പിന്നെ കുറച്ച് എമൗണ്ട് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു എമർജൻസി അമ്മയുടെ എമർജൻസി വന്നുകൊണ്ടാണല്ലോ അവൻ ഈ ഒരു ക്രൈസിസ് വന്നത്. അപ്പോൾ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ അവൻ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിവിഷൻസ് എല്ലാം കൃത്യമായിട്ട് അവൻ സെറ്റ് ചെയ്തു. എമർജൻസി ഫണ്ട്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ചാരിറ്റി, അങ്ങനെ എല്ലാം എക്സ്പെൻസ്, ഈവൻ എക്സ്പെൻസിൻ്റെ ആണെങ്കിലും കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി കൃത്യമായിട്ടെല്ലാം ചെയ്തു. അന്നേരം ആ ഒരു മാസത്തെ അവൻ്റെ ശമ്പളം വന്നു, ഇതെല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു. അവൻ്റെ എക്സ്പെൻസ്, അവൻ്റെ ഇൻകത്തിൻ്റെ ഒരു 40% എമൗണ്ട് മാത്രം അവന് മതി എന്നുള്ള കാര്യം അവന് മനസ്സിലായപ്പോൾ അവൻ അത്രയും എമൗണ്ട് മാത്രം ആ ഒരു ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്തു. അവൻ്റെ എല്ലാ എക്സ്പെൻഡിച്ചറും ആ ഒരു മാസത്തെ ആ ഒരു 40% ഇൻകം കൊണ്ട് അവൻ മാനേജ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്ന 60%-ത് ഒരു 30%-ഓളം അവൻ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെച്ചു. ബാക്കി ഒരു 30% അവൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഡ്യൂ ആ മാസത്തെ കംപ്ലീറ്റ് ബില്ലും പേ ചെയ്തു, കുറേ ഉണ്ടായിരുന്ന ഡ്യൂവും കുറച്ചു. അങ്ങനെ 2ാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ഡ്യൂ എമൗണ്ട് എല്ലാം സെറ്റിലായി. അവൻ്റെ സേവിങ്സ് ആയിട്ട് അത്യാവശ്യം ഒരു 19,000 രൂപയോളം സേവിങ്സ് ആയിട്ട് വന്നു. പിന്നെ 3ാമത്തെ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഒരു സേവിങ്സ് ഒരു 10,75,000 രൂപയെ അവൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡ്യൂ ഓൾമോസ്റ്റ് അവൻ ക്ലിയർ ചെയ്തു. അപ്പോൾ ആ ഒരു ക്ലിയർ ചെയ്തുകൊണ്ട് അവന് ബാങ്കിനെ പേഴ്സണൽ ലോൺ അപ്രോച്ച് ചെയ്തപ്പോൾ ബാക്കി എമൗണ്ട് ബാങ്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു അവൻ ഈ ഓപ്പറേഷന് വേണ്ടി. അങ്ങനെ അവൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 4 ലക്ഷം രൂപ 75,000 രൂപ അവൻ 3 മാസം ശമ്പളം കൊണ്ട് പിടിച്ചുണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ ഈ ബാക്കിയുള്ള 2 ലക്ഷം രൂപയോളം അവൻ്റെ സാലറി ഉണ്ടായിരുന്ന കാരണം പേഴ്സണൽ ലോണായിട്ട് കിട്ടി. പിന്നെ 1 ലക്ഷം രൂപയോളം അവൻ ക്രെഡിറ്റ് കാർഡ് വെച്ച് തന്നെ ആ മാസത്തെ മാനേജ് ചെയ്ത് അങ്ങനെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി 3 മാസം കൊണ്ട്. അപ്പോൾ ബേസ് ഇതാണ്. നമുക്കൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതാണ് ഈ 4 പ്രിൻസിപ്പിൾ: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ശരിക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു 4 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ നമുക്ക് കയറാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ബൈ, ചെയ്യും.